വിളമന വില്ലേജിലെ കിളിയന്തറ ചെക്ക് പോസ്റ്റിന് സമീപം 5 ഏക്കർ റോഡിൽ 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സർക്കാർ വക ഭൂമിയിലാണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. 2018 പ്രളയത്തിൽ പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ട പായം പഞ്ചായത്തിലെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചു വന്നിരുന്ന 15 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് എന്ന സ്ഥാപനം സന്നദ്ധരാവുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിളമന വില്ലേജിൽ സർക്കാർ ഭൂമി വിലയ്ക്ക് വാങ്ങിയതും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തോരാതെ പെയ്ത മഴയിലാണ് സ്ഥലത്ത് വലിയ രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് ചൊവ്വാഴ്ച PWD ബിൽഡിംഗ് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സവിത സി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫ്രാൻസിസ് ജോർജ്, വില്ലേജ് ഓഫീസർ ശുഭ PP, ഡെപ്യൂട്ടി തഹസിൽദാർ ജോസ് VV, ബിജി ജോൺ തുടങ്ങിയ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കളക്ടറേറ്റിൽ നിന്ന് ആദ്യത്തെ ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ന് പരിശോധനയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് 2-3 വീടുകളുടെ ചുറ്റുവട്ടത്താണ് ഇപ്പോൾ പ്രശ്നം കണ്ടിട്ടുള്ളത്, വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത്. അത് ചുറ്റുവട്ടത്തുള്ള മണ്ണ് ഫില്ല് ചെയ്ത മണ്ണാണ്, അത് ഇരുന്ന് പോയത് സെറ്റിലായതാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റീറ്റെയിനിങ് വാളിൻ്റെ എക്സ്പാൻഷൻ ജോയിൻ്റ് വെച്ചിട്ടാണ്. റീറ്റെയിനിങ് വാൾ കെട്ടായി പോയിട്ടില്ല, എക്സ്പാൻഷൻ ജോയിൻ്റ് ഒന്ന് സ്ലിപ്പായിട്ട് പോയിട്ടുണ്ട് ചെറുതായിട്ട്. അതിൻ്റെ കൂടെ തന്നെ മേലെ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് കൊണ്ട് തന്നെ മണ്ണ് ഇനിയും സെറ്റിലാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല റീറ്റെയിനിങ് വാളിൻ്റെ താഴെയുള്ള വീടുകളുണ്ട്, അതിനും ഭീഷണിയാണ് ഈ കാണുന്നത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട്. ഇത് കളക്ടർ ശ്രദ്ധയിൽ പെടുത്തുന്നതാണ്.